ഇപ്പോൾ കൊണ്ടോട്ടിയിലെ KCBയുടെ സെക്ഷൻ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ തള്ളിക്കയറുകയാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ ചവിട്ടി ഇന്നലെ ഗൃഹനാഥൻ മരിച്ചിരുന്നു. ഈ സംഭവത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പോലീസ് ഇടപെടുന്നുണ്ട്. കൊണ്ടോട്ടിയിലെ KCBയുടെ സെക്ഷൻ ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. കൊണ്ടോട്ടിയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി ഗൃഹനാഥൻ മരിച്ച സംഭവം ഇന്നലെയായിരുന്നു. ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം KCBക്കെതിരെ ഉയർന്നിരുന്നതാണ്. മിനിങ്ങാന്ന് രാത്രി പെയ്ത മഴ, ആ സമയത്ത് കറണ്ട് പോയതാണ്. KCB വിളിച്ച് അറിയിച്ചു, വേഗത്തിൽ ശരിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. വൈദ്യുതി ലൈൻ പൊട്ടി പറമ്പിൽ കിടക്കുകയായിരുന്നു. പരിസരവാസി പിറ്റേ ദിവസം രാവിലെയും ഇന്നലെ രാവിലെയും KCB ഉദ്യോഗസ്ഥരെ അറിയിച്ചു, ഇങ്ങനൊരു അപകടകരമായ സാഹചര്യമുണ്ട് എന്ന് അറിയിച്ചു എന്നതാണ് ഇന്നലെ വന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായത്. ഇതൊന്നും അറിയാതെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഷോക്കേറ്റാണ് ഗൃഹനാഥൻ മരിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധം KCBക്കെതിരെ ഉണ്ടാകുന്നു. കൊണ്ടോട്ടിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. KCBയുടെ സെക്ഷൻ ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ തള്ളിക്കയറി. ആ ലൈൻ ഓഫാക്കിയിരുന്നെങ്കിൽ ആ മരണം ഒഴിവാക്കാമായിരുന്നു. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. അരുൺ, ശക്തമായ പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടോട്ടിയിൽ ഉണ്ടാവുകയാണ്. എന്താണ് വിശദാംശം? ഇന്നലെ കൊല്ലം തേവലക്കരയിലെ സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുമ്പായിരുന്നു ഈ കൊണ്ടോട്ടി നീറാട് ഇത്തരത്തിൽ ഗൃഹനാഥന് ജീവൻ നഷ്ടമായത്. അതിനു പിന്നാലെ ഗുരുതര ആരോപണമായിരുന്നു KCBക്കെതിരെ ഉയർന്നത്. 2 തവണ പരാതി നൽകി. മിനിഞ്ഞാന്ന് ഈ കറണ്ട് കണക്ഷൻ നഷ്ടമായതിനെ തുടർന്ന് തന്നെ KCBയിൽ വിവരം അറിയിച്ചു. പിറ്റേന്ന് രാവിലെയും വിവരം അറിയിച്ചു. അപ്പോഴും KCBയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല. ഒരു വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനുള്ള പ്രാഥമിക നടപടിയെങ്കിലും KCB എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. പിന്നാലെയാണ് യൂത്ത് ലീഗ് ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു മാർച്ചുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ മുണ്ടക്കുളം KCB ഓഫീസിലേക്ക് എത്തി. പോലീസ് പ്രവർത്തകരെ തടയുകയാണ് ഉണ്ടായത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ചെറിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ KCB ഓഫീസിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുമെന്ന് കുടുംബവും നാട്ടുകാരും അറിയിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തുന്നത്. യൂത്ത് ലീഗ് തന്നെ സമര രംഗത്തേക്ക് വരുന്നത്. കൊണ്ടോട്ടിയിലെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നത്. KCB ഓഫീസിന് മുന്നിൽ, മുണ്ടക്കുളം KCB ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പോലീസ് KCB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ വലിയ പ്രതിഷേധം. കൊണ്ടോട്ടിയിൽ KCB ഓഫീസിന് മുന്നിൽ മുഹമ്മദ് ഷാ എന്ന ഗൃഹനാഥനാണ് ഇന്നലെ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. കൊണ്ടോട്ടി നീരാട് മാങ്ങാട്ട് മുഹമ്മദ് ഷാ, അദ്ദേഹത്തിനാണ് ജീവൻ നഷ്ടമായത്. വീട്ടുവളപ്പിലെ തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടെ ഇവിടെ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റായിരുന്നു അപകടമുണ്ടായത്. വൈദ്യുതി കമ്പി രാത്രിയിൽ പൊട്ടിവീണു. നല്ല മഴയുള്ള അന്തരീക്ഷമായിരുന്നു, കാറ്റുണ്ടായിരുന്നു. രാത്രിയിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. സംഭവം ഉടൻ തന്നെ KCBയുടെ ശ്രദ്ധയിൽ പെടുത്തിയെന്നാണ് പരിസരവാസി ഇന്നലെ പറഞ്ഞത്. ഉച്ചയ്ക്ക് 12:30 മുഹമ്മദ് ഷാ തൊടിയിലേക്ക് ഇറങ്ങിയത്. ചെറിയ പണികൾ എടുക്കുന്നതിനിടയിൽ പൊട്ടിവീണ് കിടന്ന വൈദ്യുതി കമ്പിയിൽ അറിയാതെ ചവിട്ടിയതാകാം ഷോക്കേൽക്കാൻ കാരണം എന്താണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. ബഹളം കേട്ട് ഓടിക്കൂട്ടിയ നാട്ടുകാർ മുഹമ്മദ് ഷായെ ഉടനെ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ വിളിച്ചപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കാം എന്ന് കരുതിയാണ് അദ്ദേഹം പറമ്പിലേക്ക് പണിക്ക് ഇറങ്ങിയത് എന്നതാണ്. ആ നിലയിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. വലിയ പ്രതിഷേധമാണ് KCB ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്നത്. മലപ്പുറം കൊണ്ടോട്ടി നീരാട് സ്വദേശിയായ മുഹമ്മദ് ഷായുടെ മരണം നാടിനെ ദുഃഖത്തിലാഴ്ത്തിയതാണ്. വീട്ടുവളപ്പിൽ കാർഷിക വൃത്തിക്കിടെ പൊട്ടിവീണ കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കുകയാണ് ഉണ്ടായത്. 2 തവണ KCB അറിയിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആ ലൈൻ ഒന്ന് ഓഫ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം.